ചങ്ങൈമാർ എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഉത്തരേന്ത്യയിൽ നടക്കുന്ന ഐ ലവ് മുഹമ്മദ് എന്ന സംഭവത്തെ കുറിച്ചാണ്. നമ്മളെ കേരളത്തിലെ കുറെ ചാണക സംഘി ചാനലുകൾ അത് ഉത്തരേന്ത്യയിൽ നടക്കുന്ന ഹിന്ദു മുസ്ലിം കലാപമാക്കാനുള്ള എല്ലാ ശ്രമവും നടന്നുണ്ട്. അതിന് മെയിൻ ആയിട്ട് ശ്രമിക്കുന്ന ഒരു ചാനലാണ് അയ്യാ വണക്കം എന്ന പേരിൽ ഒരു സംഘി ധനുഷ് നടത്തുന്ന ഒരു ചാനല്. അവൻ പറയുന്നത് ഇത് യു.പിയിൽ നടക്കുന്ന ഒരു ഹിന്ദു മുസ്ലിം കലാപമാണെന്നാണ്. അത് അങ്ങനെയല്ല എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ഫസ്റ്റ് തന്നെ ഞാൻ കാണിച്ചുതരാം. ഒരു ഹിന്ദു പൂജാരി ഐ ലവ് മുഹമ്മദ് എന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു വീഡിയോ. അത് കണ്ടതിന് ശേഷം നമുക്ക് ഈ അയ്യാ വണക്കം ധനുഷിന്റെ അണ്ണാക്ക് കയറി പിടി ഒട്ടിക്കാം. ആദ്യം തന്നെ ഒരു ഹിന്ദു പൂജാരി വളരെ സന്തോഷത്തോടെ വളരെ അഭിമാനത്തോടുകൂടി ഐ ലവ് മുഹമ്മദ് എന്ന് വിളിക്കുന്നത് കേട്ടിട്ട് വരാം. आई लव मोहम्मद लिखने की सजा जेल है। अगर वो मौत भी लिख देते कि ये नाम लेने पे मौत सजा है तो हम हंसते हंसते फांसी चलने को तैयार हैं। फांसी चढ़ जाएंगे लेकिन आई लव मोहम्मद बोलेंगे। हम जान दे देंगे उनके आई लव मोहम्मद। ഇനി ചാണക സംഖ്യകൾ ഇത് AI ഉണ്ടാക്കിയതാണ്, അല്ലാണ്ട് ഇത് ഗ്രാഫിക്സ് വീഡിയോ എന്നെല്ലാം പറഞ്ഞാൽ പുച്ഛം മാത്രം, ഒരു ലോഡ് ചാണക പുച്ഛം മാത്രമാണ് അവരോട്. അപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കും എന്താണ് അവിടെ നടക്കുന്നത്? അതായത് യു.പിയിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അദ്ദേഹത്തിന്റെ ചാണക സംഘി പോലീസുകാരും അവിടെ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് നേരെ നടത്തിയ അക്രമത്തിന്റെ ഫലമായി ഉണ്ടായ ഒരു സംഭവമാണ് ഈ ഐ ലവ് മുഹമ്മദ്. നമുക്കെന്തായാലും യോഗി ആദിത്യനാഥും അദ്ദേഹത്തിന്റെ പോലീസ് നടത്തിയ ആ ഡ്രാമയെ ഈ ധനുഷ് എന്ന് പറഞ്ഞ വേട്ടാവളിയ സംഘി ഏത് ലെവലിലേക്കാണ് കൊണ്ടുപോകുന്നത് കേട്ടിട്ട് വരാ. കേൾക്കുമ്പോ നിങ്ങൾക്ക് ഇവനെ മുഖം പിടിച്ച് ഉരക്കാൻ തോന്നും. എന്തായാലും നിങ്ങൾ ക്ഷമയോടുകൂടി ഇത് മൊത്തം കേൾക്കണം കേട്ടാ. വാ. അങ്ങനെ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞൊരു പോസ്റ്റർ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ആ പോസ്റ്റർ അവിടെ പ്രത്യക്ഷപ്പെട്ടതിന്റെ പിറ്റേ ദിവസം അതുവഴി ഒരു നവരാത്രി ഘോഷയാത്ര കടന്നു പോവുകയാണ്. സുഹൃത്തുക്കളെ, കടന്നു പോവുകയാണ്. അങ്ങനെ സെപ്റ്റംബർ 4 തീയതിയാണ് ഈ പോസ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു ബാനർ അവിടെ കെട്ടുന്നത്. ആ നവരാത്രി ഘോഷയാത്ര പോകുന്നു. ആ നവരാത്രി ഘോഷയാത്രയും ഇവരും തമ്മിൽ ഒരു ചെറിയ ഉരസലുണ്ടാകുന്നു, ഒരു വലിയൊരു പ്രതിഷേധം ഉണ്ടാകുന്നു. നൈസായിട്ട് ഒരു അടിപിടിയുടെ വക്കിലൊക്കെ എത്തുന്നു. അപ്പോൾ പോലീസ് എന്ത് ചെയ്തു? പോലീസ് അവിടേക്ക് വന്നു. ഉത്തർപ്രദേശിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോലീസിനോട് ഇപ്പോൾ എന്തെങ്കിലും ഒരു കലാപ വർഗീയ സംഘർഷം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, മുട്ടിനാരെ വെടിവെച്ചത് എന്നാണ് യോഗി ആദിത്യനാഥ് നിലപാടെന്ന് പറയുന്നത്. ഇനി അതുമല്ലെങ്കിൽ നമ്മളിവിടെ ബ്രഹ്മോസിലുമുണ്ട്, അത് തണ്ണാക്കിയിട്ട് പൊട്ടിച്ചത് എന്നുള്ളൊരു നിലപാടാണ് യോഗി ആദിത്യനാഥ്. അതായത് ഒന്നിനെയും കൂസാക്കാറില്ല. ഇവന്മാരെ ഇങ്ങനെ മാത്രമേ ഡീൽ ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു പ്രതിഷേധത്തെ പോലീസ് രണ്ട് ഭാഗത്തും സംസാരിച്ച് എന്ത് ചെയ്തു? ആ ബാനർ അവിടെ കെട്ടും, അതൊന്ന് മാറ്റി അപ്പുറത്തോട്ട് കെട്ടും. ഇപ്പുറത്തുള്ളവർ പറഞ്ഞു നിങ്ങൾ ഒന്ന് സൈസായിട്ട് സൈഡ് വഴി ഒന്ന് ഒതുങ്ങി പോടെ എന്നൊക്കെ പറഞ്ഞ് അതിനെ രമ്യമായി പരിഹരിച്ചു, അതിനെ ശാന്തമാക്കി. അങ്ങനെ ആ ദിവസം കടന്നുപോയി. 2 ദിവസം വീണ്ടും കഴിഞ്ഞു. സെപ്റ്റംബർ 6 തീയതി ഈ ഗലിയിൽ നിന്ന് വേറൊരു ഗലിയിൽ, ആ ഗലിയിൽ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരാണ്. അവിടെ പോയി ഒരുപാട് കൊടിതോരണങ്ങളും ഈ നവരാത്രിയുടെ ബാനറുകളും നശിപ്പിക്കപ്പെടുന്നു. അങ്ങനെ നശിപ്പിക്കപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് എന്ത് ചെയ്തു? കേസെടുത്തു. പോലീസ് CCTV പരിശോധിച്ചു. ആ CCTVയിൽ ഒരു പറ്റം മതമൗലികവാദികൾ ഇത് ചെയ്യുന്നു എന്ന് കൃത്യമായി തെളിഞ്ഞു. അവന്മാർക്കെതിരെ കേസെടുത്ത് അവന്മാരെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ അവന്മാരെ അറസ്റ്റ് ചെയ്തപ്പം ഈ ബറേലിയിൽ പ്രചരിച്ച ഒരു വാർത്ത എന്ന് പറയുന്നത് പെട്ടെന്ന് ഈ വാർത്ത എങ്ങനെ പ്രചരിക്കുക? അതാണ് ഇന്റർനെറ്റിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഇന്റർനെറ്റിലൊന്നും എഴുതിയിട്ടാൽ മതി, ഇത് പെട്ടെന്ന് പ്രചരിക്കും. അതുകൊണ്ടാണ് ഈ കലാപം ഉണ്ടാകുന്ന സ്ഥലത്ത് ഇന്റർനെറ്റ് ആദ്യം കട്ട് ചെയ്തിരുന്നത്. എങ്കിലും അത് പകുതിയല്ല, 75% പണിയും കഴിയും ഇന്റർനെറ്റ് കട്ട് ചെയ്തിട്ടാൽ. ഇത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകത്തില്ലല്ലോ. അവിടെ എന്താണ് നടന്നതെന്ന് ഫേസ്ബുക്കിൽ നിന്ന് ചുരണ്ടുമ്പോൾ അവൻ കണ്ടാലല്ലേ അവൻ വാൾ എടുത്തുകൊണ്ട് ഇറങ്ങുള്ളൂ. അതുകൊണ്ട് ആ പണി സോൾവ് ആയി എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തിരുന്നത്. അങ്ങനെ ഇവരെ അറസ്റ്റ് ചെയ്തപ്പോൾ അവിടെ ഒരു വലിയ പ്രചാരണം നടന്നു. ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതിയാൽ അറസ്റ്റ് തീർന്നു, മതി, ബൈ ബൈ, ഖത്തം, ഗയ. അതായി പിന്നെ അടുത്ത പുകിലെന്ന് പറയുന്നത്. അങ്ങനെ അതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വന്നു തുടങ്ങി. ഇവൻ പറയുന്നത് കേട്ടാണ്ടല്ല, ഇവൻ അവിടെ ലൈവായിരുന്നു അവിടെ നടന്ന സംഭവങ്ങൾ തെച്ചും കണ്ടതുപോലെയാണ്. അല്ലെങ്കിൽ അവിടുത്തെ യോഗിജിയും അവിടുത്തെ പോലീസും വരെ പറയാത്ത കാര്യമാണ് ഈ വേട്ടാവളിയും പറഞ്ഞത്. അതായത് ഉത്തരേന്ത്യയിലെ മാധ്യമങ്ങൾ ഒന്നും അറിയാത്ത, അവര് പോലും പറയാത്ത കാര്യങ്ങളാണ് ഇവന് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പച്ച നുണയായിട്ടും പച്ച പൊട്ടത്തരായിട്ടും പറയുന്നത്. പക്ഷെ ഇതൊക്കെ വിശ്വസിക്കാൻ വേണ്ടി ചാണകം നിന്ന കുറെ ചാണക സംഖ്യകൾ ഉണ്ട് എന്നുള്ളതാണ് ഇവന്റെയൊക്കെ വിജയം കേട്ടാ. നമുക്ക് ഇവന്റെ അടുത്ത ചാണക വർത്താനത്തിലേക്ക് കടക്കാം. വാ. അങ്ങനെ വന്നു തുടങ്ങിയ ഈ സാഹചര്യത്തിലാണ് വെള്ളിയാഴ്ച എത്തുന്നത്. ആ വെള്ളിയാഴ്ച നിസ്കാരത്തിന് ശേഷം അവിടെയുള്ള ഇത്തിഹാദി മിലാത്ത് എന്ന് പറയുന്ന ഒരു കുപ്രസിദ്ധമായിട്ടൊരു മുസ്ലിം സംഘടന, അതിന്റെ മൗലാന തൗഹീദ് റാസ ഖാൻ എന്ന് പറയുന്ന ഒരു മൊയ്ലിയാരി അവിടെ മൈക്ക് കെട്ടി ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ എന്ന് പറഞ്ഞാൽ യോഗി ആദിത്യനാഥിന്റെ അച്ഛന് തെറി, അമ്മയ്ക്ക് തെറി, മുത്തച്ഛന് തെറി, മുതുമുത്തച്ഛന് തെറി, തെറി 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 എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ തെറി, അമ്മാതിരി തെറിയാണ് അവിടെ കിടന്ന് ഇയാൾ വിളിച്ചുകൊണ്ടിരുന്നത്. ആ തെറി കേട്ട് പ്രകോപിതരായ ജനങ്ങൾ സംഘടിച്ചു. വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ടായി. ഇത്രയും വലിയ തെറി വിളിച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു തെറി വിളിച്ച വീഡിയോ ഉണ്ടെങ്കിൽ ഈ ചാണക സംഖ്യകൾ കേരളം മൊത്തം അത് പ്രചരിപ്പിക്കൂലേ? അങ്ങനെ ഒരു സംഭവം യു.പിയിൽ നടന്നിട്ടേ ഇല്ല. ഇതൊക്കെ ഇവന് ഉറക്കത്ത് കാണുന്ന സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങൾ വന്നിട്ട് ഇങ്ങനെ ചാനൽ ഇരുന്നിട്ട് ഇങ്ങനെ സത്യമാണെന്ന രീതിയിൽ ഇങ്ങനെ പറയും. ഇത് കേട്ടിട്ട് ഇത് പച്ച സത്യമാണെന്ന് വിചാരിച്ച് ചാണകം വിഴുങ്ങുന്ന പോലെ ചാണക സംഖ്യകൾ അടിയെ വിഴുങ്ങും ചെയ്യും. നമുക്ക് ഇവന്റെ അടുത്ത സ്വപ്നത്തിലെ തള്ളിലേക്ക് കടക്കാം. വാ.
വലിയ രീതിയിൽ അതൊരു കലാപമായി അങ്ങനെ പരിണമിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു കലാപമായത് അങ്ങനെ പരിണമിക്കുകയാണ്. ഒരു ബാനർ വലിച്ചു കെട്ടി പോലീസ് സോൾവ് ചെയ്ത് വിട്ട കേസാണ്. അവസാനം ഇതൊരു വലിയ കലാപമായി പരിണമിച്ചു എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും എടുത്തിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം വേറെ ഒന്നുമില്ല. ഉത്തർപ്രദേശ് യോഗിയാണല്ലോ ഭരിക്കുന്നത്. അതുകൊണ്ട് എന്തെടുത്താലും നമ്മുടെ SFI പിള്ളേർ കെട്ടിയ ബാനർ പോലെ നോട്ട് കുക്ക് ഹിയർ, ഇവിടെ വേവിച്ചെടുക്കാൻ വലിയ പാടാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള ഫൈറ്റായി, ബഹളമായി, കമ്പും ക്രാച്ചിയും കുടച്ചക്രവും എല്ലാം എടുത്തുകൊണ്ട് മറ്റേ തെരുവിലിറങ്ങുന്നു. പിന്നെ വെട്ടായി, കുത്തായി, കത്തിക്കലായി, അങ്ങനെ പല സംഭവങ്ങളുമായി ഖലീൽ സ്കൂൾ ചൗക്കടിക്ക് സമീപം കലാപകാരികൾ കടകൾ കത്തിച്ചു, വാഹനങ്ങൾ കത്തിച്ചു. നവലതി ചൗക്കടിയിൽ പോലീസ് സംഘത്തിന് നേരെ ഇവന്മാർ കല്ലെറിഞ്ഞു. ഷാംഗഞ്ചിൽ വെടിയുതിർത്തു. അതായത് ഇവന്മാർ വെടിവെക്കുകയാണ് അങ്ങോട്ട്. ഈ കലാപകാരികൾ ഇവരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. അതെങ്ങനെയാണ് നിന്റെയൊക്കെ കയ്യിൽ തോക്ക് കിട്ടിയത്? അതിലോട്ട് ഞാൻ വരാം കേട്ടോ. അങ്ങനെ വെടിയുതിർക്കുന്ന ആ ഒരു ശബ്ദം ടൈംസ് നൗ അടക്കമുള്ള മാധ്യമങ്ങൾ അവരുടെ ചാനലിലൂടെ പുറത്തു വിട്ടിട്ടുണ്ട്. അങ്ങനെ വെടിയുതിർക്കുന്നു, പോലീസിന് നേരെയാണ്. അങ്ങനെ ആകെ അപകടം, പോണ പോക്കിൽ അപകടം, പ്രക്ഷുബ്ധമായിരിക്കുകയാണ് ഈ സാഹചര്യം എന്ന് പറയുന്നത്. പോരാത്തതിന് ഈ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനായിട്ട് എന്ത് ചെയ്തു? പോലീസ് സ്വാഭാവികമായിട്ടും ജലപീരങ്കി പ്രയോഗിച്ചു. എന്നിട്ടും പിരിഞ്ഞു പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ ലാത്തി ചാർജ് നടത്തി. അങ്ങനെ വൈകുന്നേരം ഒരു 5 മണിയായപ്പോഴേക്കും കത്തിക്കാനുള്ളതൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ മൂടും പൊടിയും തട്ടി പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇവൻ പറഞ്ഞു വരുന്നത് ആ മുസ്ലിം പ്രക്ഷോഭകാരികളുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നാണ്, അത്രമാത്രം തോക്കുണ്ടായിരുന്നാണ്. അപ്പൊ ഇവ ശരിക്കും പറഞ്ഞു വരുന്നത് ഇവന്റെ യോഗി ആദിത്യനാഥിനും അവിടുത്തെ പോലീസിനും ഒരു കഴിവുമില്ല എന്നല്ലേ? കാരണം ഇത്രമാത്രം തോക്കുകൾ ഇവരുടെ കയ്യിലൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ അവിടെ എന്ത് ഭരണമാണ്, അവിടെ എന്ത് പോലീസാ ഉള്ളത്? അപ്പൊ ഇവ പറഞ്ഞു വരുന്നത് ഇവന്റെ യോഗി ആദിത്യനാഥിന് യാതൊരു കഴിവും ഇല്ലെന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ചേക്കട്ടെ, ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ശാന്തമായ ഒരു പരിപാടി സംഘടിപ്പിച്ച്, ഈ ഐ ലവ് മുഹമ്മദ് എന്ന പേരിൽ ഒരു ചെറിയ പരിപാടി സംഘടിപ്പിച്ച്, അതിന്റെ ഇടയിലേക്ക് ഈ ചാണക സംഘി പോലീസ് പോയി നടത്തിയ അക്രമത്തെ എത്ര ലഘുവായിട്ടാണ് ഇവൻ ന്യായീകരിക്കാൻ നിൽക്കുന്നത്. ഞാൻ പറയട്ടെ, ഉത്തരേന്ത്യയിലെ സംഘി മാധ്യമങ്ങൾ വരെ ഇത്രമാത്രം ലഘുവായിട്ട് ന്യായീകരിച്ചിട്ടില്ല. അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ പോലീസിന്റെ അതിക്രമം തന്നെയാണ് ഉണ്ടായത്. പക്ഷെ ഇവിടെ ഇരുന്ന് കേരളത്തിൽ ഇരുന്നിട്ട് സ്വപ്നം കണ്ടത്, കിടക്കയിൽ മൂത്രം ഒഴിച്ചിട്ട് ഇങ്ങനെ സ്വപ്നം കണ്ടത് ഇവൻ ഇങ്ങനെ ചാനലിൽ വന്ന് പറയുമ്പം അത് വിശ്വസിക്കുന്ന കുറെ പൊട്ടന്മാരുണ്ടല്ല. ഇവനെ പുറത്ത് യാതൊരു കാര്യമില്ല. കാരണം ഇതൊക്കെ വിശ്വസിക്കുന്ന ആ ചാണക സംഖ്യയിലുണ്ടല്ല, അവരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിന്റെയൊക്കെ കാരണം ഉണ്ടല്ല, ഇങ്ങനെ ഒരു പ്രതിഷേധമല്ലാടി ഉണ്ടാകേണ്ട കാരണം മെയിനായിട്ട് യോഗി ആദിത്യനാഥിന്റെ തിരക്കഥയാണ്. കാരണം അവിടെ ഭരണപരാജയമാണ്, അവിടെ ജോലിയില്ല, അവിടെ വിലക്കയറ്റം രൂക്ഷമാണ്. അതുകൊണ്ട് അവിടുത്തെ ഹിന്ദുവും മുസ്ലിമും എല്ലാവരും പൊറുതി മുട്ടിയിട്ടുള്ളേ. അവരൊക്കെ യോഗിജിക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ സംഘികളുടെയും യോഗിജിയുടെയും ഒരേ ഒരു ആയുധം ഹിന്ദു മുസ്ലിം ലഹളയാണ്. അത് എപ്പോഴും, അത് ഏത് സമയത്തും ഇവര് പരാജയപ്പെടുന്ന തോന്നുന്ന സമയത്തൊക്കെ നമ്മൾ ഉത്തരേന്ത്യയിൽ കണ്ടതാണ്. പക്ഷെ അവിടെയുള്ള ഹിന്ദുക്കൾ, വളരെ ബുദ്ധിമുട്ടി ജീവിതം നയിക്കുന്ന ഹിന്ദുക്കൾ ഇപ്രാവശ്യം വീണില്ല. ഇപ്രാവശ്യം അവര് പറഞ്ഞു ഇല്ല, ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളെ ഹൂഫിക്കാൻ നീ വരണ്ടെന്ന് പറഞ്ഞു. അതോടുകൂടി യോഗിജി നടത്തിയ പുതിയ ഡ്രാമയാണ് പോലീസിനെ കൊണ്ട് അക്രമം ഉണ്ടാക്കല്. അതായത് ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചതുകൊണ്ട് എന്ത് പ്രശ്നമാണ് അവിടെ? ഹിന്ദുക്കൾ കാലാകാലമായിട്ട് ജയ് ശ്രീറാം എന്ന പേരിൽ അവിടെ ബാനർ വെക്കുന്നുണ്ടല്ലോ, അപ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നം ഐ ലവ് മുഹമ്മദ് എന്ന് വെക്കുമ്പോൾ എന്തുകൊണ്ടുണ്ടായി? ഇതൊക്കെ നമ്മളെ യോഗിജിയുടെ ഐഡിയ ആണ്. എങ്ങനെയെങ്കിലും ഒരു കലാപം ഉണ്ടാക്കുക, തന്റെ ഭരണ തകർച്ച ആൾക്കാർ അറിയാതിരിക്കുക, എന്നിട്ട് എങ്ങനെയെങ്കിലും അടുത്ത പ്രാവശ്യം നരേന്ദ്രമോദിജിയെ താഴെ ഇറക്കിയിട്ട് പ്രധാനമന്ത്രിയാവുക. അതിനു വേണ്ടി ഇനി നിങ്ങൾ നോക്കിക്കോ, പല ഡ്രാമകളും, ഇത് ഐ ലവ് മുഹമ്മദ് അല്ലേ, ഇനി പല ഡ്രാമകളും നമ്മൾ യോഗിജി പരീക്ഷിക്കും. പക്ഷെ ഇപ്പത്തെ ഒരു അവസ്ഥ കണ്ടിട്ട് യോഗിജിയുടെ ഈ ഡ്രാമകളെല്ലാം പൊളിയാനുള്ള സാധ്യതയുള്ളൂ. കാരണം എത്രയൊക്കെ വർഗീയത പറഞ്ഞാലും, എത്രയൊക്കെ വർഗീയതക്ക് ആളെ കിട്ടിയാലും അവരൊക്കെ തിരിച്ചു പോയി അവരെ വീട്ടിൽ കയറിയിട്ടാകുമ്പോ ചാണകം തിന്നു കഴിഞ്ഞാൽ വിശപ്പടങ്ങില്ലല്ലോ. ഭക്ഷണം കഴിക്കണ്ടേ? കഴിക്കാൻ ഭക്ഷണമില്ലാതെ ജോലിയില്ലാതെ ഇരിക്കുന്ന സമയത്ത് എല്ലാ വർഗീയവാദിക്കും തലയിൽ ബുദ്ധി വരും, ചാണകം പോയിട്ട് ബുദ്ധി വരും. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് യുപിയും പോകുന്നത്, ഉത്തരേന്ത്യയും പോകുന്നത്. എന്നിട്ട് അതിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടി യോഗിജി നടന്ന ഈ ഡ്രാമയെ കേരളത്തിലിരുന്ന് ന്യായീകരിക്കാൻ വേണ്ടി ഇവനെ പോലത്തെ വേട്ടാവളിയന്മാർക്കേ പറ്റൂ. എന്നിട്ട് അവിടെ നടന്ന ആ സംഭവത്തെ ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ട് പച്ചക്കള്ളം പറയേണ്ടത് ഇവന്റെ മാത്രം ആവശ്യമാണ്. ഈ അയ്യാ വണക്കം എന്ന് പറഞ്ഞ വേട്ടാവളിയൻ ധനുഷിന്റെ മാത്രം ആവശ്യമാണ്. കാരണം അവന്റെ ആവശ്യം പണം മാത്രമാണ്. അത് ചാണക സംഖ്യയെ പഠിച്ചാലും ശരി, യോഗിജിനെ പഠിച്ചാലും ശരി, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറട്ടെ, ഇതുപോലുള്ള കുറെ ചാണക സംഖ്യ വേട്ടാവളിയന്മാർ ഐ ലവ് മുഹമ്മദ് എന്ന പേരിൽ അവിടെ മുസ്ലിങ്ങൾ വർഗീയ കലാപം നടത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതൊക്കെ വിശ്വസിക്കാൻ വേണ്ടി കുറെ ചാണക സംഖ്യകൾ മാത്രമേ അവർക്ക് യൂസ് ആയിട്ടുള്ളൂ. അല്ലാണ്ട് കേരളത്തിലെ വിവരമുള്ള ഒരു ഹിന്ദുവും ഒരു മുസ്ലിമും ഒരു ക്രൈസ്തവനും അത് വിശ്വസിച്ചിട്ടില്ല, അത് വിശ്വസിക്കുകയുമില്ല. അപ്പം രക്ഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.